ഇത്രയും പേര് കരയുമ്പോ ശരിക്കും സിംഗപ്പൂർ സന്ധ്യ കരയാണ്. കരയണ്ട സിംഗപ്പൂർ സന്ധ്യ. എവിടെയാ പറയട്ട് കഴിക്കാം ഗൈസ്. ഇതാരെന്ന് അറിയോ? ഇതാണ് നമ്മളെ ഷറഫ് മാമ. ഇങ്ങനെ കമന്റിലുണ്ടായിരുന്നു മാമനെ കാണിക്കണോന്നും പറഞ്ഞ്. താമസിച്ച മാമനാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാല് കാച്ച ഫംഗ്ഷനാണ് ഗൈസ്. ഓൾറെഡി നമ്മൾ പാല് കാച്ചൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ അന്ന് കുറച്ച് സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഇൻറ്റിമേറ്റുള്ള ഒരുപാട് ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മളിന്നൊരു പാല് കാച്ച ഫംഗ്ഷനായിട്ട് നടത്തുകയാണ്. ഇന്നലെ എറണാകുളത്തൊന്നൊരു ടീം വന്ന ഗൈസ്, അത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ നമ്മൾ ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് കാണാം ഗൈസ്. കമോൺ. നമ്മുടെ കൂടേശ്വരൻ പോണാ. അഭിചേൻ ഇന്നലെ ഉറക്കം ശരിയല്ല. ഇവരെല്ലാവരും 5 മണിക്കാണ് ഉറങ്ങിയത്. ഞാൻ ചെന്നെ 10 പറയാൻ പോണം. എന്റെ കൂടെ പറയടി നിന്റെ മുഖം എനിക്ക് ടാറട്ട റോട്ടി വരയ്ക്കാൻ തോന്നണമെന്നൊക്കെ. വീട് വെച്ച് ഇങ്ങനെ താമസിക്കണമെന്ന് എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പറഞ്ഞ ഭയങ്കര ആർട്ടിഫിഷ്യലായി പോകും. അപ്പം അഭിചേട്ടൻ 2 ആഴ്ച മുന്നേ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ആശ്വസിപ്പിച്ചൊക്കെ പണി തീരും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട് വെച്ചിട്ട് നല്ല നിലയിൽ ജീവിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരെല്ലാവരും വന്ന് ഇവിടെ ഇങ്ങനെ നമുക്ക് ബഹളം വെച്ച് വെളുക്ക വാത വരാതെ അലയ്ക്കണമെന്ന്. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞ് കുറച്ച് പറയാൻ 3 മണിക്ക് ഉറങ്ങിയെന്നല്ല. ഇന്നാണ് ഞാൻ ഇവളുടെ തനിസ്വരൂപം ഈ ഒരു വഴി അറിയണം. ആര് വഴിന്ന് അറിയോ ഗൈസ്? എവര് വഴി. ആരാ? നമ്മളെ ഗോപികയും നീതു അല്ല ഗൈസ്, പശുവും വഴി. അവളെ ഇരട്ട പേര് അതല്ല. ഇന്നാണ് അഭിചേട്ട അറിയണം എന്റെ കോളേജിലെ എത്തിക് സ്റ്റോറീസ്, ചെറ്റത്തരങ്ങള്. ഞാനൊരു ചെറ്റാണെന്ന് ഇവരെല്ലാരും അറിഞ്ഞു. ഇവരെ അറിയിച്ചു ഗൈസ്. പക്ഷെ ഞാൻ ചെറ്റാണെങ്കിൽ ഇവര് ചെറ്റാണ്. എനിക്ക് എപ്പോഴും ചെറ്റാണ് കമ്പനി. അപ്പൊ അഭിചേട്ടൊരു ചെറ്റ. മനസ്സിലായ? ഇനിയിപ്പോ ഞാൻ വേറെ എന്റെ 2 കുഷ്മാട്ടങ്ങളെ കാണിച്ചു. കമാൺ ബാ. ഇത് കണ്ടോ? ദിസ് ഈസ് എന്റെ മുറച്ചൊക്കെ മൂത്തോൻ ഇളയോൻ. എന്തെങ്കിലും പറയടാ. ഇവർ 2 ഇന്നലെ ഉറങ്ങിയില്ല. 2 ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഉറങ്ങിയില്ല. അപ്പൊ രാവിലെ എനിക്ക് ട്യൂഷനൊക്കെ പോയിട്ട് ആകെ കിളിയറന്നിരിക്കണം. നമ്മളിപ്പോ ശരിയാവും അല്ലേ? ഒന്നും പറയല്ല കൈസ്. സോറി. ഞാൻ എന്താ മക്കൾ ഉറങ്ങിക്കോ. എന്തെങ്കിലും പറയണ്ട. ഓക്കെ വരരുത്. പറ, എന്തെങ്കിലും പറയേ. ഞങ്ങള് എല്ലാത്തിനും ഉള്ളോണ്ട് ഞങ്ങക്ക് ഇതിപ്പോ എന്ത് പ്രത്യേകിച്ചതല്ല. ഈ ക്യാമറ കട്ട് ചെയ്യുമ്പോ ഇവർക്കൊക്കെ പറയണ്ട് ഗൈസ്. എന്നെ ഇവിടെ നാറ്റിച്ച് പട്ടച്ചാര കഴിച്ച് കൊട്ടാരം നാറ്റിച്ചാണൊക്കെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആ രീതിയിൽ സഹായിച്ചു. ശരൂരൊന്നും അറിഞ്ഞുകൂടെയായിരുന്നു കോളേജിലെ സ്റ്റോറികൾ. അതൊക്കെ ഇവിടെ ഇരുന്ന് വിളിച്ചു കൂവി പറഞ്ഞപ്പോ അഭിചേട്ടനൊക്കെ എന്നെ കാണുമ്പോ അമ്പ് എവിടാ. അതെ, നിങ്ങൾ കാണുന്നതല്ല. അതിന് ബാക്കിലായിട്ട് വേറൊരു ഗംഗയുണ്ട്. ഈ ഇതങ്ങോട്ട് അഴിച്ചു വെച്ചാൽ തനി ഇത് അഴിച്ചു വെച്ചൊരു നൈറ്റി കൊണ്ട് എടുത്തിടണം. അത് തന്നെ. പിന്നെ ഇവിടെ പെട്ടെന്ന് മുറിരണ്ട് ടീംസ് ഗംഗയാണ് ഇറങ്ങുന്നത്. ഹലോ
ഹലോ താങ്ക് യു വാ കയറി വാ ഗൈസ് ആരുന്നുണ്ടാ നമ്മളെ ഷെൽനയും സുമിയും ചേട്ടാ വാ ചേട്ടാ കമോൺ ഇതാരെന്ന് നോക്കൂ ഇവരൊക്കെ ഉണ്ടാന്ന് ആണോ വാ വാ കാണിച്ചു ഷെൽന സുമി അറിയാമോ അത് കണ്ടോണ്ട് വീഡിയോയിലുണ്ട് എനിക്ക് ഹെയർ ഒക്കെ ചെയ്ത് തരണം മേക്കപ്പ് ഒക്കെ ചെയ്ത് തരണം എറണാകുളത്ത് വലിയ പിടുത്തം ഓ വാ വാ ഇരി അല്ല അല്ല നമ്മളെ മച്ചാൻ്റെ ആ മൗനവ്രതമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് നേരെയായത്. ഈ കൊച്ചിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ തുടക്കം ആ വീഡിയോ നന്നായിരിക്കണമല്ലോ. കാരണം കുറെ പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം മച്ചാനാ പക്ഷെ വീട് നല്ല മാഷാ അല്ലാഹ് നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ കണ്ണു വെക്കാതിരിക്കട്ടെ. നന്നായിരിക്കും, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആര് ചെയ്തവനാണെന്നൊന്നും എനിക്കറിയില്ല. എഞ്ചിനീയർ അഖിലെന്ന് അക്ഷയ്, ഇന്റീരിയർ പിന്നെ ഞാനും അക്ഷയും അല്ല ഞാനും പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്. അതേത് ഫ്രണ്ട്? പുട്ടുകുറ്റിയില് പുട്ടൂല് അരവിന്ദ് എന്നൊക്കെ പറയൂലേ, മധുവിനെയൊക്കെ പോലെ കാണാതിരിക്കണ അതങ്ങനെ പറഞ്ഞില്ലേ, മധുവിനെയൊക്കെ പോലെ ഒരാളുണ്ടല്ലോ. ഈ വവ്വാല് രാത്രി പെട്ടെന്ന് വന്ന് വിളിച്ചില്ല. ഇല്ല ഇനി വരല്ലേ, വിളിച്ചിട്ടില്ല. ഇത് അപ്പൊ അരവിന്ദ് എന്ന് പറയുന്ന പയ്യനാണ് ചെയ്തത്. അപ്പൊ ഞാനാണ് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തത്. ഇത് എത്ര വ്ളോഗിൽ ഇതിങ്ങനെ പറഞ്ഞു? 4 വ്ളോഗായില്ലേ? വീട് കാണാൻ വരൂലേ, അവരെ പിറകെ ഇങ്ങനെ നടക്കും. അവരിങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കൂല. ഇത് താഴെ ബുദ്ധ വെച്ചേക്കും പോലെ എവിടെയെങ്കിലും എടുത്ത് വെക്കാമോ? എവിടെയെങ്കിലും ഫ്രണ്ടിൽ വെക്കണം, കണ്ടുകൂടായിരിക്കും. എന്താ പുഴുത്തത് കണ്ട് എല്ലാരും കണ്ടു. നല്ല രസമുണ്ടോ വീട്? മേളില് 2 റൂം, ഒരു സ്റ്റുഡിയോ അല്ലേ? നൈസ് നൈസ്. ഇത് എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ആക്ച്വലി? ഇത് എത്ര ഒരു 6 വർഷത്തെ വ്ളോഗ് ഉണ്ടായിരുന്നു. മറ്റേ പാല് കാച്ചല് കഴിയുന്നതും കരഞ്ഞതും ഭയങ്കര ഫീൽ ആയത് അറിയാം. അത് ഹാർഡ് വർക്കിന്റെ ഒരു സംഭവമാണ്. എനിക്കത് കാണുമ്പോൾ എനിക്ക് ഈ ഫീലിങ്സ് ഒക്കെ കാണുമ്പോൾ കണ്ണ് നിറയാൻ പറ്റും. മാളുവിന്റെ സ്റ്റുഡന്റ് ആണ്, എന്നും വന്ന് കരയുമായിരുന്നു പഠിക്കാൻ വയ്യാതെ. ഇപ്പം പഠിക്കുവോ? അവരെവിടെ രണ്ടുപേരും ബാക്കി ഉണ്ട്. ഇതാരെന്നറിയോ, അമ്മ മാമന്റെ കടയിലാണ് നിന്നത്, അവിടെ ബേക്കറിയില്. ഗായ്സ് ഇതാരോ നോക്കൂ, നമ്മുടെ വാഴ. കൊള്ളൂലേ, കാണാൻ നല്ല രസമുണ്ട്. ബസ്സില് അങ്ങനെ തന്നെ, ഞാൻ ബസ് കയറുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായ. ഡ്രസ്സ് മാറ്റി അവൾക്ക് ഔട്ട്ഫിറ്റ് ചെയ്യണം, ഗെറ്റ് റെഡി എടുക്കണം എന്ന് മച്ചാൻ പറഞ്ഞാലും ഇവിടെ ആര് വന്നാലും എല്ലാവർക്കും ഇവിടെ ഗെറ്റ് റെഡി എടുക്കണം. കാത്തിരിക്കണം അവൾ. ഗായ്സ് ഇതാരെന്നറിയോ, എൻ്റെ അമ്മായിയാണ്, എൻ്റെ മുറപ്പയ്യന്മാരെ അമ്മയാണ്. വാ ചേട്ടൻ വാ, ഇളയേട്ടൻ വാ. എൻ്റെ ചേട്ടൻ്റെ കാലം തെറ്റി ഒന്ന് ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ അമ്മായി അമ്മ. പക്ഷെ ലേറ്റായി പോയി, എന്ത് ചെയ്യാൻ. പോയി മറ്റാള് പോയി ചേട്ടാമി. അക്കു ക്യാമറ ഓണാക്ക, അക്കു സ്ഥലം വിടുന്നതിനൊന്നും താല്പര്യമില്ലാന്ന്. ഒരാളുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഓടിക്കളഞ്ഞ്. ടീച്ചറേ ഇതാണ് നമ്മളെ ടീച്ചർ, നമ്മളെ നെയ്ബറാണ്. അക്കുവിന്റെ അബീരൻ ടീച്ചറാണ്. ടീച്ചറിന്റെ വീട്ടിലാണ് നമ്മൾ ഇത് ലൈഫ് സ്റ്റോറി എടുത്തില്ല, ടീച്ചറിന്റെ വീട്ടിലായിരുന്നു. അന്ന് ടീച്ചറിന് തൊല്ലിയിരുന്നു ഞങ്ങള്. ഇവിടെ പോലെ ഒരു മോളെ കിട്ടണം കേട്ടോ. ഏതൊരമ്മയ്ക്കും ഇങ്ങനെ ഒരു മോളെ കിട്ടണം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് പെൺമക്കളില്ല, പക്ഷെ ഇതുപോലൊരു മോളെ കിട്ടാനാണ് ഏറ്റവും വലിയ ഒരു അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മോളെ കിട്ടുന്നത്. സുഖം. ഹലോ ഇതാരിത്? ഇതെന്തൊരു പുതിയ ഹെയർ സ്റ്റൈലാടാ, കൊള്ളാം, നല്ല രസമുണ്ട്. തന്നല്ലേ, സോറി ഇത്രയും ദൂരം കേറി വാ. വൈകിട്ട് പോവാമേ കേട്ടാ, പിന്നെ പോവാം കേട്ടാ. ചട്ടം പീസിനെ കാണണ്ടേ, അപ്പൊ പിന്നെ പയ്യെ പോവാം. ചട്ടം പീസിന്റെ ഭയങ്കര ഫാനാണ്. എൻ്റെ അടുത്ത് എപ്പം ചോദിച്ചാലും റോട്ടിയിട്ട് കണ്ടാലും ചോദിക്കും ചട്ടം പീസ് വരുമോ എന്ന് ചോദിക്കണം. അപ്പൊ പിന്നെ അപ്പം വീഡിയോ ആണല്ല, ചട്ടം പീസിനെ കാണാനല്ല. അപ്പൊ അവര് വന്നിട്ട് പോവാമേ. ഇത് മാളുവിന്റെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. അമ്മൊന്നും മിണ്ടൂലായിരുന്നു, ഇപ്പം മിണ്ടും. ശത്രുതയിലായിരുന്നു മാള് പഠിപ്പിക്കണ സമയത്ത്. നല്ല ഹെയർ സ്റ്റൈലാണ്, നല്ല രസമുണ്ട്. താങ്ക് യു. സന്തോഷം.
ഇഷ്ടമായി വന്നല്ല എനിക്ക് അത് വന്നു താങ്ക് യു സോ മച്ച്. ഇത്രയും ദൂരം നിങ്ങൾ വന്നില്ല. താങ്ക് യു നിങ്ങൾ വന്നല്ല അത് മതി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഇവിടെ ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്. കൊതിയാവണം, അതാണ് ഒന്നത്. സത്യം എനിക്ക് പറയാൻ വയ്യ, എനിക്ക് വിശന്നിട്ട് കൊതിയാവണം. എല്ലാം ഉണ്ട് ഗൈസ്. ജ്യൂസ് നിങ്ങൾ വാക്കാണ് ഇത്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇങ്ങനെയും ചെയ്യാൻ പാടില്ല, പക്ഷെ അവർ ഇതെല്ലാം ചെയ്ത് നൈസായിട്ട് ചെയ്ത് വെച്ചേക്കണം. വരൂ നമുക്കിനി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. കെമോൺ ഗൈസ്. ഫുഡൊക്കെ സൂപ്പറായിട്ട്, കഴിക്കാൻ സൂപ്പർ. മറ്റേ എന്തോ ഫുള്ള് ഡെക്കറൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാലഡ്സും ഡെക്കേഴ്സൊക്കെ ആയിട്ട് നൈസായിട്ടുണ്ട്. നൈസ്. നമുക്ക് ഉപ്പിലിട്ടേക്കുണ്ട്. ടെസ്റ്റ് എങ്ങനെയുണ്ട്? ഇതൊക്കെ മസ്റ്റ് ആവാണെങ്കിൽ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. മെയിൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. മീൻകറി, ചൂര മീൻകറി. വാ 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 വാ. ചൂര നല്ല ഇത് തീയിലിട്ടേക്കായിരുന്നല്ലേ. ചൂര നല്ല മീൻകറി, നല്ല സാധനം, നല്ല കറി വെച്ച്. പിന്നെ ചേന ചൊറിച്ചേന, ചേമ്പ് കാച്ചില്, മധുരക്കിഴങ്ങ്, പാൽക്കപ്പ. ചൊറിച്ചില്ലെന്ന് ചൊറിയൂലേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ? അത് ചേനയുടെ ഇല തിന്നുമ്പോ. ഇവിടെ വരുമ്പോ ഏറ്റവും ബെസ്റ്റ് എന്നതാണ് ബിരിയാണി. ബിരിയാണി സെറ്റ് ആണ്ടോ? നൈസ് ബിരിയാണി. പിന്നെ ലഡു ഉണ്ടായിരുന്ന? അശ് ഞാൻ ചലിക്കൂല, ഈ ചളൊന്നും ഞാൻ ചിരിക്കൂല. പിന്നെ നമുക്ക് പൊറോട്ട ഉണ്ട് ഗൈസ്, അപ്പമുണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്, പിന്നെ സാലഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. നൈസ് ഫുഡ് കേട്ടോ. നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? നമ്മൾ വിളിക്കുന്ന ആൾക്കാർ, നമ്മളെ ഗസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അവരെ മനസ്സ് നിറഞ്ഞു പോകണം. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണം. അപ്പം പോയവരെല്ലാവരും ഹാപ്പി ആയിട്ട് പോയി. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. അങ്ങനെ ലവ് വന്നു എനിക്ക് ഫുഡിൻ്റെ അടുത്ത് എല്ലായിടത്തും. എക്സ്പോണാ? ഓക്കെ, താങ്ക് യു. പറയട്ട് കഴിക്കാം ഗൈസ്. ഇതായിരുന്നു അറിയോ? ഇതാണ് നമ്മളെ ഷറഫ് മാമ. ഇങ്ങനെ കമന്റിൽ ഉണ്ടായിരുന്നു മാമനെ കാണിക്കണോന്ന് പറഞ്ഞ്. മാമനാണ് ഇമോഷണലായിപ്പോയി. കഴിയാമ കഴി. വീഡിയോ ഉണ്ടാ? സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷം വന്നതില്. പിന്നെ ഇതൊക്കെ തന്നെ പരിപാടി. സുഖമായിട്ടിരിക്കണ? കഴിക്കാം. മാമ വീഡിയോ കണ്ടിട്ട് അതാ കഴിച്ചിട്ട് കാണാന്ന്. മാമ ചെല്ലു, അമ്മയൊക്കെ ഉണ്ട്. ഗൈസ്, അതാണ് നമ്മളെ ഷറഫ് മാമ. ഭയങ്കര ഞാൻ പറയില്ല, നമ്മളിങ്ങനെ ചില ആൾക്കാർ നമ്മൾ ഭയങ്കര ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഒരാളാണ്. കാരണം ഞങ്ങൾക്ക് വാടക ഒന്നും വാങ്ങാതെ നമ്മൾ ഇങ്ങനെ അവിടെ ആ വീട്ടിൽ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് വാടക നമ്മൾ കൊടുത്താൽ എനിക്ക് മാനിലൂടെ ഇങ്ങനെ വീതിച്ച് തരും. നീ വാങ്ങിച്ചോ, നീ വെച്ചോ. എന്നിട്ട് വരുമ്പോഴത്തേക്ക് കുറേ വടയും വാഴയ്ക്കൊപ്പമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഭയങ്കര നല്ല മനുഷ്യനാണ്. അങ്ങനെ വന്നു ഗൈസ് നമ്മുടെ പ്രോ ഡാൻസർ മനക്കോട്ടൈ. അത് എനിക്കിവിടെ താ ഞാനിവിടെ വന്ന് ചേർക്കുമ്പോൾ നള്ളി പിടിച്ചളഞ്ഞ്. എല്ലാരും കരച്ചിലാണ് മാമനെ കാണുമ്പോഴത്തേക്ക്. എന്നാലും ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായത് ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കയ്യിൽ. ഇനിയും നല്ലതാവട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. മാമനും ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ്. അന്ന് നമുക്ക് അവിടെ അങ്ങനെയൊക്കെ ഒരു തരാൻ പറ്റും. അതൊക്കെ ഒരു നിമിത്തമാണ്. എന്നാലും
അമ്മയ്ക്ക് കാണിച്ചു വിടാം. അമ്മ പറയും ദോ ഇതാണ് അമ്മയുടെ. കണ്ട് പറഞ്ഞു. പറഞ്ഞു. എന്റെ അമ്മ. ഇത് മനക്കോട്ട ചേട്ടൻ. അമ്മയ്ക്ക് ചാനല് ഹാക്കായി പോയ സമയത്താ. മനക്കോട്ട ചേട്ടൻ യൂട്യൂബിൽ കൂടെ കണ്ട് കഴിച്ചിട്ട് അവിടെ ഇരിക്കാം. പയ്യെ പോവാ കേട്ടാ. ഒരുപാട് സന്തോഷം. കഴിയാം ഗൈസ്. ഇനി ഞാൻ എൻ്റെ മാളുവിന്റെ കുറച്ച് വെടിതല ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. ഇതൊക്കെ മാളുവിന്റെ ഫ്രണ്ട്സ് ആണ്. മാളുവിനെ പോലെ തന്നെ ഇവരൊക്കെ വല്ലപ്പോഴേക്കേ വെളിയിറങ്ങുള്ളൂ. ആണോ? അല്ലെ, ഇവരൊക്കെ വെളിയിറങ്ങും. ഇവർ രണ്ടുപേരുമാണ് വല്ലപ്പോഴേക്കേ വെളിയിറങ്ങുന്നത്. അപ്പൊ ഞാൻ മാള് പരിചയപ്പെടുത്തിക്കൊടു. ഞാൻ മറന്നുപോയി. എടി സിയെ, നിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാനുണ്ട് രഹസ്യമായിട്ട് പിന്നീട്. ഗൈസ്, ഇതൊക്കെ മാളുവിന്റെ ബെസ്റ്റീസ് ആണ്. ഗൈസ്, ഫുഡ് എങ്ങനെയുണ്ട് ഗൈസ്? മച്ചാനെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ഞാനിങ്ങനെ കഴിച്ച് പറയുന്ന ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു സാധനം. അപ്പൊ പൊറോട്ട അടിച്ചപ്പം അതിക്കും അപ്പുറം. പിന്നെ ആ ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ പഴങ്കഞ്ഞി കുടിക്കുമ്പോലെ കുടിച്ച പാൽക്കപ്പ മീൻകറി എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഗൈസ്, ഇത്രയും നല്ല പോലെ ഫുഡ് വരുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല ഗൈസ്. വേറെ നല്ല ഇങ്ങനത്തെ സെറ്റപ്പ് കൊണ്ടുപോയി ഞാൻ വിചാരിച്ചില്ല ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൊള്ളാം. അങ്ങനെയുണ്ട് വീട്? അടിപൊളിയായിട്ടുണ്ടാ? കേറിയായിരുന്നാ? താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഒരു കൊച്ച് ചേട്ടാ ബൈക്ക് കയറൂല ചേട്ടാ, നടന്നു പോകണം. അപ്പോൾ എനിക്ക് വഴി മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് നിങ്ങൾ കണ്ട് പ്രായം തോന്നല്ലെന്ന്. അമ്മയുടെ അമ്മ ഞാൻ അമ്മയുടെ ചേച്ചിന്നൊക്കെ വിചാരിച്ചു. ഭയങ്കരതായിട്ടാ. അമ്മൂമ്മയെ കണ്ടിട്ട് പ്രായം തോന്നല്ലാന്ന് പറഞ്ഞ് മനക്കോട്ട ചേട്ടൻ ഒന്ന് സുഖിപ്പിച്ചു. ഇനിയിപ്പൊ ഇവിടെ ഞാൻ ഇവരെയൊക്കെ പാഷൻ ഷോ കാണുമെന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ വിഷമം. തൃശ്ശൂരന്ന് അവിടെ നിന്ന് ഇതുവരെ വന്നു. താങ്ക് യു സോ മച്ച്. എങ്ങനെ വരാണ്ടിരിക്കുമ്പോൾ അയ്യോ സത്യം. ഞാൻ ഫസ്റ്റ് ലൊക്കേഷൻ അയച്ചത് പഴയ വീട്ടിലാണ്. ആദ്യം ആ വീട് ഞാൻ അതാണ്. അത് കണ്ടപ്പം വിഷമം തോന്നി. പിന്നെ ഇത് കണ്ടപ്പോ എന്റെ മോളെ പ്രൗഡ് എന്ന് പറഞ്ഞ പ്രൗഡ് സത്യം. എന്റെ വൈഫ് മോളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തെന്നറിയോ, ഞാനൊക്കെ എഡിറ്റിങ് പഠിക്കുന്ന ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. എനിക്ക് പണ്ട് അറിയാന്നുള്ളത്. ഞാനൊരു 50-25K മുതൽ എനിക്ക് ചേട്ടൻ അറിയാന്നുള്ളതാണ്. സന്തോഷം തോന്നുന്നില്ലേ? അഭിമാനം തോന്നുന്നില്ലേ? എനിക്ക് സന്തോഷം തോന്നുന്നു. തകർക്കാം. ഗൈസ്, ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി, പക്ഷെ ഇവർക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തണമെന്ന്. ഇത് നമ്മളെ മുസമ്പിൽ മുന്നുമാണ്. അതായത് എൻ്റെ അമ്മ ബേക്കറിയിൽ ജോലി ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ ജംഗ്ഷനിൽ. അപ്പോൾ അവിടെ ഓണറിൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും ട്യൂഷന് മാളുവിൻ്റെ അടുത്താണ് വന്നുകൊണ്ടിരുന്നത്. ആ സമയം പോലും പിള്ളേർ വിഷമത്തിലായിരുന്നു കൈസ്. ഇപ്പോഴാണ് പിള്ളേരെ മുഖത്ത് ഞാൻ ചിരി കാണുന്നത്. ആ സമയത്ത് മാളു എന്തിനാ കൊല്ലാൻ പിടിക്കാനാണ് ആ കരുന്ന് പിടിച്ചു വന്നത് ട്യൂഷന് പഠിക്കാൻ. എന്നും കരച്ചിലും വിഷമം, എന്നും ദുഃഖം പറച്ചിലായിരുന്നു അവന്. എങ്ങനെയുണ്ട് അവൻ്റെ ഹെയർ സ്റ്റൈൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഞാൻ വിട്ടിട്ടേ കണക്ക് സത്യം പറയാം. ഇവരെന്നെ കാണാൻ വന്നതല്ല, എന്നെയോ വീടോ ഒന്നും കാണാൻ വന്നതില്ല. ഇവർ ചട്ടം പീസിനെ കാണാൻ വന്നേ. കാരണം ഞാനേ ചില സമയത്ത് ഫോണൊക്കെ വിളിച്ച് കടയുടെ ഫ്രണ്ടിലൊക്കെ ചെന്നിരിക്കുന്ന സമയത്ത് ഇവന്മാർ സൈക്കിളും കൊണ്ട് രാത്രി ഇവന്മാരൊരു റൈഡുണ്ട്, പട്ടിഷോ ഉണ്ട്. രണ്ടുപേരെയും കൂടെ എൻ്റെ മുമ്പിൽ കടന്ന്, എനിക്ക് സൈക്കിൾ ഓട്ടിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പം എൻ്റെ മുമ്പിൽ കിടന്നൊരു പട്ടിഷോ ഉണ്ട്. അപ്പോഴത്തേക്ക് ഇവന്മാർ എൻ്റെ അടുത്ത് ചോദിക്കും, പാല് കാച്ചിന് ചട്ടം പീസ് വരൂ എന്നാൽ ഇവർക്ക് വാ തുറന്ന് അതിനെക്കുറിച്ച് ചോദിക്കാറുള്ളൂ. ഓക്കെ, നമ്മൾ ഇനി ഇവിടെയൊക്കെ കിടന്ന് കറങ്ങി നമ്മൾ ചട്ടം പീസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടൊക്കെ പോവുള്ളൂ. ഓക്കെ, ഹാപ്പി ആവൂലല്ലോ? ഹാപ്പി ആവുമല്ലോ അപ്പം? ഓ, അത് മതി. ഇന്നലെ ഈ പെണ്ണും പിള്ള ലേറ്റായിട്ടാണ് വന്നത്. അത് വേറെ കാര്യം. ഈ ചീത്തപ്പേര് എനിക്ക് എപ്പോഴും കേൾക്കണം. നല്ല കുട്ടിയല്ലേ കല്യാണം കഴിഞ്ഞ്? അത് ഞാൻ സത്യം പറയാം. അത് ഞാൻ എന്ത് വെച്ചാൽ എൻ്റെ അടുത്ത് ഞങ്ങൾ എല്ലാവരും 10-11 പേര് താങ്ക്സ് പറയാണ്. കാരണം മറ്റെന്തെന്ന് പറയും, ഞങ്ങൾ 3 മണിക്കൂറൊക്കെയാണ് ഇവിടെ ഗെറ്റ് റെഡി എടുത്തിട്ട് വരാൻ കാത്തിരിക്കുന്നത്. വീഡിയോ എടുക്കല്ലോ അവള് ഇങ്ങനെയൊക്കെ ഇരിക്കണത്. പക്ഷേ ഇപ്പം കറക്റ്റ് സമയത്തിന് വരുന്നു, കറക്റ്റ് സമയത്ത് റെഡി ആവുന്നു. എന്താണ് മാറ്റം? നേരത്തെ ഉറങ്ങണോണ്ട് മറ്റേ കുലസ്ത്രീ മാറ്റമല്ല, അതല്ല, അല്ലാതെ നല്ല മാറ്റങ്ങളാണ് അവൾക്ക് ഉണ്ടായത്. നല്ല സുന്ദരിയായിട്ടല്ലേ ഡ്രസ്സൊക്കെ ഇട്ട് പറയണത്. ഞങ്ങളുടെ കരിക്കുഴി സുന്ദരിയാണ് ഇരിക്കണത്. പനങ്ങാട് സുന്ദരി നമ്മൾ പുകഴ്ത്താൻ നമുക്ക് വേറെ ആരും ആവശ്യമില്ല. പനങ്ങാട് സുന്ദരി, കരിക്കുഴി സുന്ദരി. നമ്മൾ അങ്ങോട്ട് ചേച്ചി വാ ഇങ്ങോട്ട്. അമ്മു വാ. എല്ലാരും ഇവിടെ ക്യൂട്ടടിച്ച് നിപ്പുണ്ട്. അസ്വി ചേച്ചി എനിക്ക് പെട്ടു. ഇല്ലത്തൊന്നും ഇങ്ങനെ ഒരു ഏർപ്പാടില്ലാന്ന് പറഞ്ഞാൽ അസ്വി ചേച്ചി ഇരിക്കണം. പതിവില്ല. ചേച്ചി പറ, എന്നെ പുകഴ്ത്തണ്ട്. എനിക്ക് കേൾക്കണ്ട്. എനിക്ക് മടിയില്ല. എനിക്ക്
ഇതാണ് എന്തിരുന്ന ആ ചേച്ചി വേറെ എന്തെങ്കിലും ഒക്കെ പറ നമ്മള് അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് എവിടെ ഫ്രെയിം വെച്ചാലും അടിപൊളി ആണല്ലേ എന്നിട്ട് നമുക്ക് ഗംഗസുന്ദരിയാന്ന് പറയാൻ പറ്റുമോ? അതെ ഇഷ്ടപ്പെട്ടെന്നറിയോ? ബാത്റൂം നോക്കി വെച്ചിട്ടുണ്ട് ഗംഗയുടെ. ലൂസ് മോഷൻ ആയിരുന്നു ഗൈസ്, അതുകൊണ്ട് നേരം അതിനകത്തായിരുന്നു, വേറെ എങ്ങും ഇറങ്ങാതെ. അത് സന്തോഷമില്ലേ? കിട്ടി കിട്ടി കിട്ടി. ചോദിച്ചു മേടിച്ചു. ബാത്ത് അതെ, ഇന്ന് കുളിക്കണം മക്കള് കാം ആൻഡ് പീസ് അല്ലേടി. എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചു സിറ്റിയിലോട്ട് പോകാത്തത് പൈസ ഇല്ലാത്തോണ്ടൊന്നും അല്ല ഗൈസ്. ഇവിടെ ഭയങ്കര സമാധാനമാണ്. രാവിലെ ബുദ്ധന്റെ അടുത്ത് ഇരിക്കാൻ നേരത്തെ ഒരു സന്യാസം അല്ലേ എനിക്ക് പേടിയായിട്ടുള്ളൂ, ഞാൻ മാർഗം തിരഞ്ഞെടുക്കുന്നത്. എനിക്കിപ്പോഴും ഇങ്ങനെ ബഹളം വെച്ച് കിടക്കണം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയോ, ഇവിടെ എല്ലാരും ഗെഡ് റെഡി എടുക്കണം. സത്യമല്ല, എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ, മായി മച്ചാൻ പറയണ് ഇവിടെ വന്ന എല്ലാവർക്കും ഒരു ഗെഡ് റെഡി മസ്റ്റ് ആവാണെന്ന്. എല്ലാരും ഇപ്പൊ താനും അവിടെ നിന്ന് ഒരുങ്ങാണ്. ഞാൻ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ആവണ് ഞാൻ. നല്ല ഫ്രെയിംസ്, എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി ഫ്രെയിംസ് വേണ്ടത്. നിക്കണോ അടുത്ത ഷൂട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഇങ്ങനെ ഫ്രെയിം വെക്കുമ്പോഴും അതുപോലത്തെ സെലക്ട് ചെയ്തേക്കുന്ന ടൈൽസ്, അതുപോലെ ഓരോ ചെടിയാണെങ്കിലും എല്ലാം ഇങ്ങനെ നോക്കായിരുന്നു. ഓരോന്നും ഇങ്ങനെ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ഓരോ ദിവസവും മാറ്റി. പറയാണ്ടിരിക്കാൻ പറ്റും. തലേക്ക് എനിക്ക് ഞാൻ വിചാരിച്ചെന്താണെന്ന് പറയുമ്പോ ഇത് കഴിയുമ്പോ എനിക്കൊന്ന് ഡോക്ടറിനെ കൊണ്ടുപോകണം. എന്റെ അടുത്ത് എനിക്കൊന്ന് സമാധാനം വേണം ഇത് കഴിയുമ്പോ. ചില സമയത്തൊക്കെ എനിക്ക് എന്താന്നറിയോ, ഒരു കോള് വിളിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു 5 കോള്, അത് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത മെസ്സേജ്. ഞാൻ അങ്ങനെ അറിയാം ഇങ്ങനെ. എന്നിട്ട് ഞാൻ വിചാരിക്കും മുടി അങ്ങ് വഴിച്ചിറക്കിയല്ലേ, പകുതി പ്രശ്നം അങ്ങ് തീർന്നാലെന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എനിക്ക് ഭയങ്കര ഇതായിട്ട്. കാരണം അവസാനം എനിക്ക് ഭ്രാന്തായിരുന്നു. എൻ്റെ അമ്മ ചോദിക്കും, ആള് ചോദിക്കുന്നു വട്ടായാന്ന്. ആരും എന്തൊക്കെ പറയും, നമുക്ക് ആശുപത്രി പോവാൻ വട്ടാണ് നിനക്ക്. ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടില്ല. പിന്നെ അവളുടെ ഏജും കൂടി നോക്കണേ, 25 വയസ്സിൽ അവള്. പക്ഷെ എനിക്ക് ഞാൻ മുതുക്കായെന്നാണ് തോന്നണേ ഇപ്പൊ. അല്ലേ കറക്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മള് അസ്വീച്ച് പറഞ്ഞു വരാം. ഗേൾസ് ഓൺലി നൈറ്റിന് വേണ്ടി വരുമോ? ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോണേ, ഇത് റെക്കോർഡ് വെച്ചോണേ. ഇത് കഴിഞ്ഞിട്ട് എവിഡൻസ് എടുക്കും ഈ പെണ്ണുങ്ങളത് മാറ്റി പറയുമെങ്കിൽ. പൈജാമ നൈറ്റിന് വരില്ലേ ഇവളുടെ അടുത്ത് നൈറ്റ്. എനിക്ക് മനസ്സിലായി ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായി. വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ട് നമ്മളിവിടെ നിൽക്കും. അതന്നെ നമ്മളെ ഗേൾസ് ഇനിയുണ്ട് ഗേൾസ്. അതെ, പെൺപിള്ളേരൊക്കെ വരായിരിക്കും. ഉണ്ണി ചേച്ചി വരാന്ന് പറഞ്ഞു. ഉണ്ണി ചേച്ചി തൈലാൻഡിലായോണ്ട് ഉണ്ണി ചേച്ചി വരാന്ന് പറഞ്ഞ് നമുക്ക് ഒരു ദിവസം പൊളിക്കണം കേട്ടോ. നോ ബോയ്സ്, ഉള്ളി ഗേൾസ്. കരയില്ല, ഇങ്ങനൊക്കെ സമയം കഴിഞ്ഞു. അതൊക്കെ ഈ ഗേറ്റിന്റെ പുറത്ത് അതൊക്കെ കഴിഞ്ഞു. സന്ധ്യയുടെ ചുരിദാർ എങ്ങനെയുണ്ട്? അതെ, ഇത് തന്നെ അമ്മ എടുത്തത്. ആമസോൺ ആണോ? മിന്ത്ര പ്ലീറ്റെ കുടിച്ച് പിടിച്ച് കുത്തിയൊക്കെ വാച്ച് ഉണ്ടോ? വാച്ച് അച്ഛൻ്റെ മക്കളെ ഇവിടുന്ന് വാങ്ങിച്ചോണ്ടു. ഇവരെന്തരുത് അത് 2 മക്കൾ വാങ്ങിച്ചത് പണയെന്ന് വെച്ചു. എടാ ഇവരിത്രയും പേര് കരയുമ്പോ ചിരിക്കുന്ന 2 പേര് നിങ്ങള്. സിംഗപ്പൂർ സന്ധ്യ കരയാണ്. കരയണ്ട സിംഗപ്പൂർ സന്ധ്യ. സന്തോഷല്ലേ എന്റെ പറയണ കേക്ക അവിടെ അതുകൊണ്ടാ ആരും കണ്ടാ നിങ്ങള്? RJ വരൂ. ഇവിടെ ഇവിടെ നമ്മളെ ഷിഫിന്റെ ഉമ്മ, അനിയെ, ബാബാ, നമ്മളെ പയ്യൻ പാസിട്ട് എവിടെയാടാ വരും. ഞാൻ കണ്ട് ഇതാരും നോക്കൂ. ഇപ്പൊ ഞാൻ ആരെ വിളിച്ചു കാണിക്കാം, ഇവരാരും നോക്കല്ല. നീ എങ്കിലും വന്നല്ലാടാ. താങ്ക്സ്. ഓ കാണീര്. ഞാനാ ലൈവാ ഞാനാ എന്തിന് പറയണെന്ന് അറിഞ്ഞൂടാ. എടാ നിങ്ങൾ ഒരു 2 ഫാനുണ്ടടാ. അത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളെ കാണാൻ. ഇപ്പൊ വരും. അനീഷ് സുഖാണോ? അജി അമ്പ് അനീഷ് ഇവിടെ പട്ടി ഷോ കാണിക്കണേ. ഒന്നുകൂടെ കാണിക്കാം. ഞാൻ വിളിച്ചോണ്ടാണ് വന്നത്, ഞാൻ മണ്ടനാണ് എന്നൊക്കെ പറയണ്. ജോഷ് നമ്മളെ ജോഷ്. ആനി ആഷ്നെ ആഷ്നെ ലാനി നീ സുഖ ക്യാപ്പേ വാടാ.
വളരെ സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ ഓ അതൊക്കെ തന്നെ പറഞ്ഞോ. സന്തോഷമുണ്ട് ഞാൻ ഇവിടെ നേരത്തെ കണ്ട് ആ ശരിയാണല്ലേ. ക്യാപ്പ് ഒരു ദിവസം വന്ന് കണ്ടില്ലേടാ നീ ഇവിടെ? വന്നില്ലേ? അല്ല നമ്മള് ചർച്ചയിലല്ലായിരുന്ന? ആ നമ്മൾ ചർച്ചയില്ലായിരുന്നു. അനീഷേ വാ അനീഷേ. എന്തേലും പറ എടാ, എന്തേലും പറയടാ. സൂപ്പർ ആയിരിക്കുന്നു. എന്നെക്കാളും സൂപ്പർ ആണ് ഞാൻ. വരാമേ വരാമേ വാ വാ വാ. താങ്ക് യു. താങ്ക്സ് ഉമ്മ. തിരക്കായി പോയി. നമ്മളാ കിരൺ ബാബു മാമൻ എന്നാണ് പേര്, പക്ഷേ ഓട്ടോ പേര് കിരൺ ബാബു. നമ്മളിപ്പോ കിരൺ ബാബു മാമൻ എന്നാക്കി. ഞാൻ പിടിച്ചു വാങ്ങിച്ചേ. താങ്ക് യു. താങ്ക് യു. ഞാൻ അവനെ കെട്ടിപ്പിടിക്കാൻ പോയി, കുറെ നാളായി കണ്ടിട്ട്. എത്ര നാളായി കണ്ടിട്ട്. സുഖാണ്? എന്തൊക്കെയുണ്ട് വിശേഷം? ഫാഷനാ? കളറടിച്ച കളറടിച്ചോടെ? അതെന്താ നമ്മ കളറടിച്ച? അപ്പൊ അതിനുശേഷം വീട്ടിൽ കയറ്റില്ല. ഈ ഔട്ട്ഫിറ്റ് മാറ്റിയ ഗായ്സ് ചട്ടമ്പീസിനെ കാണാൻ ഔട്ട്ഫിറ്റ് മാറ്റി വന്നേക്കാണ്. എന്റെ അടുത്ത് എന്നെ രാത്രി വെളിയിറങ്ങാൻ സമയക്കില്ല. അപ്പൊ സൈക്കിൾ ഓട്ടിക്കാൻ വരും. അപ്പം ചോദിക്കും ചട്ടമ്പീസ് വരുമോ, ചട്ടമ്പീസ് വരുമോ? നമ്പറില്ല, ഇവർ നമ്പറില്ലാത്തവരാ. പരിചയപ്പെടൂ. ട്വിൻസ് അല്ല, അതവര് ഇവിടെ പിടിച്ചോ. എന്തിനും സംസാരിച്ചു. വാക്കുകളില്ല നിങ്ങളെ കണ്ടപ്പോ സംസാരിക്കാൻ. ഒരു വയസ്സിന്റെ ഡിഫറൻസ് ഉള്ളവര്. നിങ്ങളാണ് എല്ലാരും ഒരേ കളർ ഔട്ട്ഫിറ്റ്. അഞ്ജലി കണ്ട് കണ്ട് കണ്ട്. അഞ്ജലി പല്ലിനെന്തല്? അമ്മ അഞ്ജലി അഞ്ജലി നീ വീഡിയോ കാണും. ഞാൻ ഇപ്പൊ വരാം. വാ വാ വാ. എടാ കല്യാണമല്ലേ എനിക്ക്. ചേട്ടാ ഇവൻ ഇപ്പോഴും അറിയില്ലേ മാറിയില്ലേ? ഗൈസ് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ എൻ്റെ കോളേജ് മേറ്റ് ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തരാം. പാണ്ഡു ഇരട്ടപ്പേരാണ്. പാണ്ഡു, അരവിന്ദ്, അച്ചു, ബ്രൂണോ, വല്യമ്മ, സുബിൻ. അപ്പം ദാ തീർത്ഥ, നമ്മുടെ ആര്യ, നീരജ ചേട്ടൻ എല്ലാവരും ഉണ്ട്. ആര്യ എവിടെ? എല്ലാവരും ഉണ്ട്. രേവതി. നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്യട്ടാ കുതിര. ഞാൻ ഇല്ല, എൻ്റെ പഴയ ഫോട്ടോ ഞാൻ കാണിക്കൂല, വെളിയിറക്കല്ലേ ഞാൻ. എടാ താങ്ക്സ് എടാ. സെറ്റ് കൊള്ളാല്ലേ? ഞാൻ വിചാരിച്ചെന്തരെന്നറിയാം, എന്റെ പണ്ടത്തെ ഏപ്പരാച്ചി ഫോട്ടോകളൊക്കെ എടുത്ത് വെച്ചോണ്ട് വരുമെന്ന് പേടിച്ചിരിക്കുന്നു. താങ്ക്സ്. കൊള്ളാല്ലേ? താങ്ക് യു. എന്തിനു നീ ഭയങ്കര ഡീസന്റ് ആയിട്ടൊക്കെ ഇരിക്കണം ഇങ്ങനെയൊക്കെ പോസിട്ട്. താങ്ക് യു. സെറ്റ്. നമ്മളെ റോഷ്നി ചേച്ചി ചേട്ടാ വാട്ടാ ചേട്ടന് എത്തിയിട്ടുണ്ട്. വായിച്ചു കയറ് കാണും. അമ്മയെ പാശംകാരിയാക്കിയ ചേച്ചിയാണ്. മുടിയൊക്കെ ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ട് കൊടുത്ത ചേച്ചിയാണ്. വാ ചേച്ചി കയറി ചേച്ചി. ദാദാ ഇതാണ് അനിയത്തി റോഷ്നി ചേച്ചി. അമ്മയ്ക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്തെടുത്ത ചേച്ചി. അവള് വെളിയിറങ്ങൂലല്ലോ ഗൈസ്. എവിടെയാ? എവിടെ സോഡ്ജ്? എവിടെ സോഡ്ജ്? സുഖാണോടാ? ഇവിടെ വന്ന് എന്തിരുത് നിങ്ങൾ പഠിപ്പിച്ചുട്ടാ സിനിമാറ്റിക് ഡയലോഗ്. അവ എങ്ങനെയുടെ എങ്ങനെയുടെ ജി പി റൈഡറോടെ കൊച്ചി പോയേക്കണ. ഇഷ്ടപ്പെട്ടാ? പറയടാ കൊല്ലത്തുനിന്നുള്ള ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? കൊല്ലത്തുനിന്ന് ഞങ്ങൾ മലയും കടലും ഒക്കെ താണ്ടി നമ്മൾ ഇവിടെ കാട് മല പുഴ താണ്ടിയാണ് ഞെത്തിയത്.
പക്ഷെ വീട് അടിപൊളിയാണ്. വീട് രക്ഷയില്ല കേട്ടോ. ചേച്ചിയുടെ വീട് നൈസാണ്. ഇനിയിപ്പോ ചേച്ചിയുടെ വീഡിയോയിലൊക്കെ നമുക്ക് ഡെയിലി കാണാം. ഇതുപോലൊരു വീട് ഉണ്ടാക്കാന്ന് പറഞ്ഞത് എല്ലാവരുടെ സ്വപ്നമല്ലേ, വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻ. താങ്ക്സ്. ഒന്നും പറയാനില്ല. ഒരു അകത്ത് കയറി കാണണം, അതാണ് അടിപൊളി. ഇവിടെ റോഷ്നി ചേച്ചിയുടെ വക ഏതാനും 2 വാക്കുകൾ. ഏതാനും 2 വാക്കല്ല, ഒരുപാട് വാക്ക് പറയേണ്ടി വരും. ആദ്യം എനിക്ക് ഗംഗയുടെ അടുത്ത് ശരിക്കും എനിക്ക് സ്നേഹത്തെക്കാൾ ഉപരി ബഹുമാനം. കാര്യം അതുകൊണ്ട് മാത്രം ഞാൻ ഇത്ര ഇന്ന് എനിക്ക് പോവാണ്. ഇന്ന് ചേച്ചിക്ക് ദുബായിക്ക് പോകാനുള്ളതാണ്. എന്നിട്ട് ഞാൻ എനിക്ക് അപ്പം എന്നിട്ട് ഞാൻ വന്നത് ഗംഗ എനിക്ക് എൻ്റെ മോളെ പോലെയാണ് ശരിക്കും. അപ്പോൾ എനിക്ക് അവളെ ഇത്രയും ഒരു എന്താ പറയുക വളരെ പരിശ്രമത്തിൽ കൂടെ ഈ ഒരു ലെവലിലെത്തിയതിൽ എനിക്കൊരു അമ്മയെ പോലത്തെ അത്രയും ബഹുമാനം എനിക്കുണ്ട്. അമ്മ അവിടെ അടുത്ത് നിൽക്കുകയാണ്. എന്നാലും പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഒന്നും പറയാനില്ല. അരവിന്ദ് ഇവര് എല്ലാവരും കൂടെ ഉണ്ട് ഗംഗയോട്. അത് തന്നെയാണ് നമ്മളൊക്കെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇവരെ എപ്പോഴും ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ വീട്ടിലെ പിള്ളേരെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ദീപു ഗൈസ്, ഈ ദീപുവിന്റെ അനിയത്തിന്റെ കെട്ടടിക്കാണ് ഞാൻ നീല ചുരിദാർ ഇട്ടത്. മസിൽ ഒന്നൊന്ന് പെരിപ്പിക്കണം പ്ലീസ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കണം പ്ലീസ്. മസിൽ കാണിര്. ഗൈസ്, ഇതാണ് എന്റെ ട്രെയിനർ. ഇപ്പൊ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തേക്കണേ. ഇപ്പൊ വീട് വന്ന സ്ഥിതിക്ക് അല്ല, ദീപു എന്നെ കുറിച്ച് 2 വാക്ക് പറ. ദീപു, ഞാൻ വർക്കൗട്ടിനെ കുറിച്ച് നമ്മൾ വർക്കൗട്ട് ഏകദേശം ഒരു 1 മന്തോളം ചെയ്തു. 1 മന്തോളം ഞാൻ വർക്കൗട്ട് ചെയ്തു ഗൈസ്. ഒരുവിധം ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഡയറ്റ് ഫോളോ ചെയ്തു. അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു സമയത്ത്. പക്ഷേ ഈ ഒരു പരിപാടി ശ്രദ്ധിക്കരുത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ വരാതെ. ഇനി പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യും. ഗൈസ്, എന്റെ ഫ്രണ്ടാണ് അഞ്ജലി, അഞ്ജലിന്റെ ഹസ്ബൻഡ്. അഞ്ജലിന്റെ ഞാൻ ചേച്ചി എടുത്തോളാം. ചേച്ചില്ല, സോറി, ചേച്ചിയുടെ മാമി എടുത്തോളാം. വാ, ഞാൻ എടുക്കാം. വാ, മാണ്ടാന്ന് എന്നെ കണ്ട ഉടനെ മാണ്ടാന്ന്. മുട്ടായി തരാ, ഐസ്ക്രീം തരാ, പൊന്നു. വാ, ഇതാണ് അവള് നോ പറയാനാണ് കൊച്ചിനെ പഠിപ്പിച്ചത്. എന്തിനും നോ, മാണ്ട. വാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീട് കാണാം. ഫുഡ് കഴിക്കുന്ന ഞാൻ അവരെ നീരജയെ കൊണ്ടുപോവാ, കണ്ടിട്ട് പോവാ. ഞാൻ 2 പേരെ കാണിച്ചു തരാം. രാഹുൽ ചേട്ടാ ഉറങ്ങിയാ? രാഹുൽ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ട്രാവൽ? നല്ല യാത്രയായിരുന്നു. ഇഞ്ചിരി ഉറങ്ങിപ്പോയാ? അയ്യോ, എല്ലാരും ഉറങ്ങണം. അമ്മ ഇതാരെന്നറിയോ? ബ്രൈറ്റൻ അപ്പില രാഹുൽ ചേട്ടൻ ഡോക്ടറാണ്. ഇത് ചേച്ചി ക്രിസ്റ്റി. എന്തൊരു പറയൂ ചേച്ചി, 2 വർത്താനം പറയൂ. പറ ചേച്ചി, 2 വർത്താനം പറ. അയ്യോ ചേച്ചി, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഗ്ലാമർ ആയിട്ടുണ്ട്. താങ്ക് യു. ഡോക്ടറാണ് കേട്ടോ, ഡെർമറ്റോളജിസ്റ്റുകളാണ് 2 പേരും. പറയണ്ട. ഗംഗയുടെ അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡ് ആയിരിക്കൂലേ മോളെ കുറിച്ച് ഓർക്കുമ്പോ? കാരണം അവളെ ഒറ്റയ്ക്ക് നിന്നല്ല ഇത്രയും ചെയ്യും ആ ഒരു 25 വയസ്സില്. ഇതെല്ലാം കണ്ടുപഠിക്കാൻ. ഗൈസ്, നമ്മളെ നെയ്ബേഴ്സിനെ കാണാം. ഓ ചേച്ചിയും മക്കളും. ഹലോ ചേച്ചി. ഹലോ. അയ്യോ എടാ, താങ്ക്സ് എടാ, താങ്ക് യു. എടാ നൈസ്, എടാ നൈസ്, അടിപൊളി. നാണ വന്നിരിക്കണ്. ഇവിടെ എനിക്ക് ഒരാളെ കാണാനുള്ളത്, എന്നെ ഒരാൾ വഴിയിലിട്ടൊക്കെ പോകുമ്പോ ഷൂ എന്ന് വിളിക്കും. ഞാൻ തിരിഞ്ഞു വയ്ക്കാൻ മിണ്ടൂല. എവിടെ നീ വന്നാണ് ക്യൂട്ടി. നീ എൻ്റെ അടുത്ത് വഴിയിലൊക്കെ എന്നെ വിളിക്കേ, ഇങ്ങനെയൊക്കെ വിളിക്കും. പക്ഷെ കണ്ടാ മിണ്ടൂല. മിണ്ട്, എന്തെങ്കിലും പറ ചേച്ചിയുടെ അടുത്ത്. ഞങ്ങൾക്ക് നാണോണേ, ഞങ്ങളെ ഫോഴ്സ് ചെയ്യിക്കരുത് ഒന്നിന്. മക്കളാ എൻ്റെ അടുത്ത് മിണ്ട്. നമ്മൾ ഭയങ്കര കമ്പനിയാണ്, നമ്മളെ ഫ്രണ്ട്സാണ്. ഇനി എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ് അവരെല്ലാവരും. താങ്ക് യു. താങ്ക്സ് ചേച്ചി. ഇമോഷണൽ ആയിരുന്നു അന്ന് വീഡിയോ കണ്ടിട്ട്. സത്യമായിട്ട് ഇമോഷണൽ ആയി പോയി. ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാനും പ്രൗഡാണ് ഈ ഒരു ഏജില്. കാരണം നമ്മളെ കൊണ്ടും പോലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. താങ്ക് യു. അപ്പൊ ജിമ്മാണ്, ജിമ്മ് സാധനം. ഞാൻ ഒരു 10 ദിവസം കഴിഞ്ഞ് വർക്കൗട്ടിന് കയറാം. ആണോ രേവതി? താങ്ക് യു. അപ്പൊ നീങ്ങില്ലേ ഗൈസ്, നമ്മളെ രേവതി വീഡിയോ ആണ്. വാണ് വീഡിയോ കാണുന്നു, പോയി കാണും ഗൈസ്. ഇതാരെന്ന് കണ്ട? പറ, എന്തെങ്കിലും പറ.
മൈക്ക് കൊടുക്കട്ടെ. നമ്മൾ പാലിയച്ചനൊരു ദിവസം കഴിഞ്ഞ് കരഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഞാൻ മിസ് ചെയ്യണം മീനു, മിസ് ചെയ്യാണ്. പക്ഷെ കരയണ്ട, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു പാർട്ടി വയ്ക്കാം. ഗേൾസ് ഉള്ളി പാർട്ടി, ആണുങ്ങളാരും ഇല്ല. പൊക്കോണം അക്കോടിയൊക്കെ. അപ്പം എല്ലാ ആണുങ്ങളെ നമുക്ക് ഒഴിവാക്കി വിടണം. നമുക്ക് പാർട്ടി വയ്ക്കാം. ഗൈസ് ഇതായിരുന്നു വേണ്ട ആരാ നമ്മളെ രാജാത്തട്ടിലെ മഹേഷ് ചേട്ടൻ. വേറെ ആരുണ്ടോ? ആ അതിൽ ഫുഡ് കഴിച്ച് നമ്മളൊരു കമ്പനിക്കാരായി. ഗൈസ് എന്താണ് വീഡിയോ ഉണ്ടാ എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇനി തിരക്കാണ്ട് വരൂലേ. ഞാൻ പിന്നെ ഇന്നലെയും കടയിൽ പോയി ഫിഷിനെ പഠിപ്പിക്കാനോ ആരാണോ? അങ്ങോട്ട് വരൂല. ആ അതാണ് ബിസിനസ്. ഓ ബിസിനസ് പിന്നെ അങ്ങോട്ട് വരൂല. ഇപ്പോൾ അവിടുത്തെ ഫുഡിന്റെ കട്ട ഫാനാണ് ഞങ്ങളെല്ലാവരും. കൂണ് രാജാ തട്ടുകട. എന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ നോക്ക് നീ ഇങ്ങോട്ട്. കണ്ടോ ഗായ്സ്, നമ്മളെ അരുണും കൂട്ടിയും പറയടി. എന്തെങ്കിലും പറഞ്ഞ ആരി, എന്തെങ്കിലും പറ. നീ എന്തെങ്കിലും പറയണ്ട. വളരെ സന്തോഷം. നീ ഇപ്പൊ ഇങ്ങനെ ഒരു എടാ എല്ലാരും ഇത് പറയണടാ. എനിക്ക് വെറൈറ്റി ഇത് പറഞ്ഞു. നീ എനിക്ക് വെറൈറ്റി താ. എന്തായാലും എല്ലാവിധ മംഗളാശംസകൾ. എന്തായാലും അത് നീ എന്തൊരു ഒരു സ്നേഹം മാത്രം കൊണ്ടുവന്നായിരുന്നു. സ്നേഹമുള്ളൂ, ഇതിനകത്തൊന്നും ഇല്ല. തന്നെ ഞാൻ അന്വേഷിച്ചു. അമ്മ അച്ഛൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഫാനാണ്. അമ്മ വേണം, പക്ഷെ അച്ഛന്റെ ഫാനാണ്. സംഭവം എന്താണെന്നറിയോ? ഇത് ക്യാമറ കെട്ടിയിട്ട് അവൻ തിരിച്ചു വരുമ്പോ ചോദിക്കും ഞാൻ തന്നാ പൊതിഞ്ഞിട്ട് എന്ന് പറയും. കേറ് വീട് കാണും. ഇത് വേണം കണ്ടിട്ട് കോപ്പി അടിച്ചിട്ട് അവിടെ കൊണ്ട് വെക്കുക. കോപ്പി ആയിട്ടാ നേരെ കോപ്പി അവിടെ പേസ്റ്റ് കഴക്കൂട്ട. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. എടുത്തോ. എടാ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ അറിയായിരുന്നു? അല്ല മാപ്പ് കറക്റ്റ് എത്തിച്ചാ? ഓ നന്നായി. അമ്മ ഇച്ചിരി മുതുക്ക് ഗിഫ്റ്റ് ആണ്. പിടിച്ചോളി കമോൺ. ഒളിച്ചു പോണാ? അരുന്ന് നോക്കിയേ. പൂജ എവിടെ? കള്ളം പറയരുത്. ആ അഭിനയല്ലോ, ആക്ടിങ് അല്ലല്ലോ. ആ ഓക്കെ. താങ്ക് യു. ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പൊ കേറി കാണ റിവ്യൂ പറ. ഞാൻ റിവ്യൂ ചോദിക്കും ഇപ്പൊ. ആരെന്ന് കണ്ടാ വന്നേക്കണം. നമ്മളെ നിശ ചേച്ചി ലതാമിയും കൂടെയാണ്. പക്ഷെ ലേറ്റായി. അതിന് ഞാൻ ഇവിടെ സമരം ഉണ്ടാക്കും. അത് മാത്രമല്ല 7-8 പെണ്ണുങ്ങളുള്ളതിന് ഇവർ 2 പേര് മാത്രമേ വന്നുള്ളൂ. അതും എനിക്ക് വിഷമായി. ഇതായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മളെ കാർത്തികേന്റെ കല്യാണത്തിന് ഞാനൊരു ഓറഞ്ച് ധാവണിയിട്ട് എവിടെന്ന് ചോദിച്ചില്ലേ, ഈ പുള്ളിക്കാരിയാണ് എനിക്കത് സെറ്റ് ചെയ്തെന്ന. ഗൈസ് ഹോൾ ക്രെഡിറ്റ് ചേച്ചിക്കാണ്. അന്ന് ഒരുക്കിയത് തലയിട്ട് ഓർണമെന്റ്സ്. ഞാൻ അങ്ങനെ അറിയോ ഒരൊക്കെ വേണ്ടിയിട്ട് ചെന്നിരുന്നു. ചേച്ചി എനിക്കൊന്ന് എൻഗേജ്മെന്റിന് പോകണമെന്ന് ശരിയാക്കി വിട്ട് വരൂ. അപ്പം തന്നെ ചേച്ചി കുറച്ച് മെഷീനൊക്കെ എടുത്ത് പിടിച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്തെന്ന്, ഡ്രസ്സൊക്കെ സെറ്റ്, എല്ലാം ചേച്ചിയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിയാണ്. കാരണം എനിക്ക് ഡ്രസ്സ് എല്ലാം, തുണി, മേക്കപ്പ്, ഹെയർ എല്ലാം ചെയ്ത് തരുന്ന ചേച്ചിയാണ്. സെറ്റാണ് ചേച്ചി. നീ വീഡിയോ ഇവിടെ ഒളിച്ചു നിൽക്കുകയാണ് ഇവിടെ. വീഡിയോ ആണ് ഗൈസ്. ധാരം നോക്കേ. ഏച്ചി വന്നു. ഏച്ചി എന്നെ ഏച്ചി എന്ന് പറഞ്ഞിട്ടോ വിളിക്കണേ. ഏച്ചിന്ന്. ഇവിടെ ആരും നോക്കിയാണ് ഗൈസ്. നമ്മുടെ പരിപാടിയൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വന്ന് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മളെ 2 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മളെ സിവിൽ എഞ്ചിനീയർ അക്ഷയ്ക്കും ഇൻറ്റീരിയർ ഡിസൈനർ നന്ദുവിനും. കാരണം ഇത് അവർ ചെയ്ത വർക്കിൻ്റെ മാത്രമല്ല, കാരണം എൻ്റെ കൂടെ ടിൽ നൗ എഫേർട്ട് ഇട്ട് നിൽക്കണേനാണ് ആ ഗിഫ്റ്റ്. ആ ഒരു സ്നേഹത്തിനും എല്ലാത്തിനുമാണ്. സോ അവർക്ക് അറിഞ്ഞുകൂടാ, 2 പേർക്കും അറിഞ്ഞുകൂടാ. നന്ദുവിനറിയാം അക്ഷയ്ക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ നന്ദുവിന് ഐഡിയ ഇല്ല. അപ്പം നമുക്ക് കൊടുക്കാം ഗൈസ്. കമോൺ ഗൈസ്. അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഓക്കെ ഗൈസ്. അങ്ങനെ താങ്ക് യു. അങ്ങനെ എല്ലാവരുടെ താങ്ക്സ് പറയണം. എല്ലാരും വന്ന് കണ്ണൂരെന്നൊക്കെ എവിടെ ഉണ്ട് ആള് അവിടെ കണ്ണൂരെന്നൊക്കെ വന്ന് അങ്ങ് ദൂരെന്നൊക്കെ എല്ലാരും തിരുവനന്തപുരം വരെ എല്ലാരും. അതായത് ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഇവിടെ നല്ല ദൂരമുണ്ട്. 1.5 മണിക്കൂറൊക്കെ ദൂരമുണ്ട് സിറ്റിയിലോട്ട് ഉണ്ട്. അവരെല്ലാരും വന്നിട്ടുണ്ട്. സോ ഗൈസ് താങ്ക് യു. സോജ എല്ലായിടത്തും പേർന്ന് വിളിക്കില്ല. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ ഞാൻ വളരെയധികം കടപ്പെട്ട ഒരാളാണ് നമ്മളെ അക്ഷയ് എന്ന് പറയണത്.
കാരണം ഇപ്പം അക്ഷയ് എനിക്ക് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ മാത്രമേ അത് ലൈക്ക് കമ്പനി ഉണ്ട്. പക്ഷെ ഇപ്പം ലൈക്ക് നല്ലൊരു ഫ്രണ്ടാണ്. ചിൽ നൗ എല്ലാ പരിപാടിക്കും അടിപൊളിയായിട്ട് കൂടെ നിന്ന് സെറ്റ് ചെയ്ത് തന്നു. ഇപ്പൊ കറണ്ട് പോയപ്പം വരെ ജനറേറ്റർ എന്ന് പറഞ്ഞ് നടന്ന അക്ഷയ്ക്ക് ഓക്കെ അങ്ങനെ ഒരു സാധനം ഇല്ല. അങ്ങനെ അക്ഷയ്ക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക ഒരു ഗിഫ്റ്റ്. അൺബോക്സ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്റീരിയർ ഡിസൈനർ. ഓക്കെ, അത് കാരണം ഇതെന്തിത് കള്ളലക്ഷം നിങ്ങൾക്ക് നേരുന്നില്ലേ? ഇത് ഇന്റീരിയർ ഡിസൈനർ എന്നാൽ മാത്രമല്ല, നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൂടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് തന്നു. എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് താങ്ക്സ്. വെൽക്കം. ഓക്കെ, കച്ചേരിക്ക് പറയൂ, അത് ഞാനല്ലേ വാങ്ങിച്ചിട്ട് ഇത് നിനക്ക്. ഇനി അൺബോക്സ് ചെയ്യണം. അതോ വീട്ടിൽ പോയി ചെയ്യണോ ഇപ്പൊ? ഓക്കെ, അൺബോക്സിങ്. ഇത് അക്ഷയ് ലെതർ ആണ് കെട്ടൂന്ന് ഇവൻ പറഞ്ഞു. ലെതർ അക്ഷയ് കെട്ടുള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടാ? ഓക്കെ, ഇതെന്റെ ഫേവറേറ്റ് മോഡലാ ഗൈസ്. ഇത് എന്റെ ഫേവറേറ്റ് മോഡലാ. ഞാൻ ഇന്ന് എറണാകുളത്ത് നിന്ന് മേടിച്ച സാധനം. എല്ലായിടത്തും പറഞ്ഞത് ഓട്ടോമാറ്റിക്കാ സാധനം. ഇങ്ങോട്ട് കാണാം, ഇങ്ങോട്ട് ഓക്കെ ഓക്കെയാണോ? ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും പറ. മനസ്സിലായി. ഓക്കെ. അക്ഷയ് ആകെ ടയേർഡായിട്ട് കഴിക്കണം. കാരണം ഇന്നലെ മുതലും അക്ഷയ് രാത്രിയൊക്കെ പണിയുണ്ട്. വേറെ സൈറ്റിലൊക്കെ വർക്ക് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് പക്ഷെ ഫുള്ള് ബിസി ആയിപ്പോയി ഉണ്ട്. അതിന്റെ ക്ഷീണം ഉണ്ട്. ഓക്കെ, പുള്ളിക്കാരന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ടാറ്റ, ബൈ ബൈ ബൈ. കൂവിക്കോ.